ഇന്ന് വൈകുന്നേരം ഏറ്റവും അവസാനം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് CP4 നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഗംഗാവാലി പുഴയിൽ നിന്ന് ഒരു അസ്ഥി ലഭിച്ചത്. ആ അസ്ഥി ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട്. DNA പരിശോധന നടത്തും. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ട്രക്കുടമ മനാഫിന്റെ സഹോദരൻ അൽഫാണ്. എന്താണ് ആ സമയത്ത് നിങ്ങളെ അറിയിച്ചത്? അത് നമ്മളോട് MLA പേഴ്സണൽ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പോയി നോക്കുമ്പോൾ MLA കുറച്ച് ലേറ്റായിട്ട് പിന്നെ അവിടേക്ക് വന്നത്. നമ്മളത് പോയി പിന്നെ അവർ കാണിച്ചു തന്നു. അപ്പോൾ നോക്കുമ്പോൾ മനുഷ്യൻ്റെ കയ്യിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മനുഷ്യൻ്റെ ആയിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ പരിശോധന കഴിഞ്ഞിട്ട് അവർ മാറ്റിയോ? ഇപ്പോൾ അവർ അങ്കോല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് ഇവിടേക്ക് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. പിന്നീട് അവരെ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഈ അരമണിക്കൂറായിട്ടുള്ളല്ലോ. ഇപ്പോൾ DNA ടെസ്റ്റ് നടത്തണം. അതിൻ്റെ ഫാമിലിൻ്റെ DNA സാമ്പിൾ ആദ്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതെ, ഇപ്പം എന്തായാലും ഫാമിലി ഇവിടെ ഉണ്ട്. അതിനിപ്പോൾ അവരുടെ ഇല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് എടുക്കാൻ കഴിയും. 2 ദിവസം കൊണ്ട് വിവരം തരാമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ട്രക്കുടമ മനാഫ് കൂടെ ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ ഈ 2 ദിവസത്തെ തിരച്ചിലാണ്. ഏതാണ്ട് ഒരു 16 മണിക്കൂറിനടുത്ത് തിരച്ചിൽ നടത്തി. അതിനിടയിൽ ഏറ്റവും അവസാനം ഈ 16ാമത്തെ മണിക്കൂറിലാണ് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത്. എങ്ങനെയാണ് തിരക്കാണ്? അതെന്താണ്, CP4ലേക്കാണല്ലോ നാളെ മുതൽ തെരച്ചിൽ കൊണ്ടുപോകേണ്ടത്. ഇന്ദ്രപാൽ സാർ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഭാഗം ക്ലിയർ ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇത് കണ്ടെത്തിയത്. എല്ല് കണ്ടാൽ മനസ്സിലാവും ഒരു ഫ്രഷ് എല്ലാണ്. ഒരു അപകടം പരിക്ക് ആ എല്ലുമലുണ്ട്. നല്ല ചീന്തലൊക്കെ ഉണ്ട്. മനുഷ്യൻ്റെതാണ് രീതിയിലാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ആ പുഴയിൽ ഇപ്പോൾ ചിലപ്പോൾ മൃഗങ്ങളതുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇവിടെ 3 ആളുകളാണല്ലോ ഇനി കിട്ടാനുള്ളതെന്ന് പറഞ്ഞത്. ആ 3 ആൾക്കാരെ എല്ലുകളുടെ ശരീരത്തിൻ്റെ DNA സാമ്പിൾ ഓൾറെഡി ഇവിടെ ഇവരെടുത്ത് വെച്ചതാണ് മുന്നേ. അത് മാച്ച് ചെയ്ത് നോക്കണം. അതേമാതിരി അത് മനുഷ്യൻ്റെ ആണെന്ന് നോക്കണം. ഇവരെ 3 എല്ലിൻ്റെ DNA മാച്ച് ചെയ്തില്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെ ആണെങ്കിൽ അതിനർത്ഥം ഇനിയും ആ വെള്ളത്തിൽ മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇവരുടെ കുടുംബത്തിൻ്റെ 3 പേരുടെ കുടുംബത്തിൻ്റെയും അർജുൻ്റെ അതോടൊപ്പം തന്നെ ജഗന്നാഥൻ, ലോകേഷ് എന്നിവരുടെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടക്കും. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. മനുഷ്യൻ്റെ അസ്ഥിയുടേതാണോ എന്നുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് നിലവിൽ അസ്ഥി പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്.